അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പം പോക്കോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. പൊതുവേ പോക്കോയുടെ ഫോണുകളിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ 5500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C61 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇത് ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രോസസ്സർ അത്യാവശ്യം നല്ല പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊന്നും വരുന്നില്ല. അപ്പം 5500 രൂപ പ്രൈസ് റേഞ്ചിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഒരു 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. 8500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയാടെക് ഡിമെൻസിറ്റി 6100+ എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ പുതിയൊരു ഫോൺ പോക്കോ C75 5G എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം ഡിസ്പ്ലേയിൽ നമുക്ക് അതിൽ എക്സ്ട്രാ ആയിട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സറൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫോണിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ജിയോയുടെ 5G മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എയർടെലിന്റെ 5G സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ 5G സിംസും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോക്കോ M6 5G എന്ന ഫോൺ എടുക്കാവുന്നതാണ്, പഴയ ഫോണാണെന്നുണ്ടെങ്കിലും. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്ട്രാ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 500 രൂപയും കൂടി കൂട്ടിയിട്ട് പോക്കോ M6 Plus 5G എന്ന ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 500 രൂപയെ കൂടുതലുള്ളൂ. അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ സെയിം പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നെ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ അതിൽ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം 11500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം. അതുപോലെ തന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 13000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Neo 5G എന്ന ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. മീഡിയാടെക് ഡിമെൻസിറ്റി 6080 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 108+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മീഡിയാടെക്കിന്റെ പ്രോസസ്സറുള്ള ഫോൺ വേണ്ട, സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X5 എന്നുള്ള സ്മാർട്ട് ഫോൺ 13500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷെ അത് പഴയ ഫോണാണ്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറേ വരുന്നുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള 5G പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി ഒന്ന് കൂട്ടാം എന്നുണ്ടെങ്കിൽ പോക്കോ M7 Pro 5G എന്ന സ്മാർട്ട് ഫോൺ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 7025 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5110 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 19000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ പഴയ ഫോൺസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോക്കോ F5 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 19000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. കുറച്ച് പഴയ ഫോണാണ്, പക്ഷേ
ഇപ്പം പോക്കോ X6 വരുന്ന സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7+ Gen 2 എന്ന പ്രോസസ്സർ അതിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അപ്പം പഴയ ഫോൺസ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. MediaTek Dimensity 8300 Ultra എന്നുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ സെയിം ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററി 90 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് പോക്കോയുടെ ഇപ്പോഴത്തതിൽ ടോപ്പിൽ വരുന്ന ഫോൺ. അപ്പം ഇതൊക്കെയാണ് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മാസം തന്നെ പോക്കോയുടെ X7ഉം X7 Pro ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിനും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഏത് പ്രൈസിങ്ങിലാണ് എന്നുള്ള കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ അതും നോക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് പോക്കോയുടെ ഓരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.